കഴിവും ഇഷ്ടവും പാഷനും. നമ്മൾ പലപ്പോഴും നമ്മളുടെ കുട്ടികൾ പ്രത്യേകിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞാലും +2 കഴിഞ്ഞാലൊക്കെ തന്നെ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു സവിശേഷത നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എവിടെയും പ്രത്യേകിച്ച് നമ്മളുടെ ഒരു സംവിധാനം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു കുട്ടി ഏത് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട് ഏത് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കസിൻ ബ്രദറോ സിസ്റ്ററോ ഏത് കോഴ്സിനാണോ ജോയിൻ ചെയ്യുന്നത്, അതിന് പിന്നാലെ തന്നെ കോഴ്സ് എടുക്കുന്ന ഒരു ശൈലി നമുക്ക് പലപ്പോഴും കണ്ടെത്താമെന്നുള്ളത്. പലപ്പോഴും കണ്ടുവരാറുള്ള ഒരു പ്രവണതയാണ് ഇഷ്ടത്തിൻ്റെ പിന്നാലെ പോകുന്നു. ഒരു മുന്നേ പോകുന്ന താറാവിൻ്റെ പിന്നാലെ മറ്റ് താറാക്കളൊക്കെ തന്നെ പോകുന്ന പോലെ തന്നെ ഒരു കുട്ടി ഏത് കോഴ്സിനാണോ ജോയിൻ ചെയ്യുന്നത് അതിൻ്റെ പിന്നാലെ മറ്റു കുട്ടിയും ഒന്ന് ജോയിൻ ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ ആ കോഴ്സ് എടുക്കുന്ന രീതി എന്നുള്ളത്. അപ്പോൾ ഇവിടെ കഴിവിൻ്റെ ബേസിലല്ല എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താണ് കഴിവ്, എന്താണ് ഇഷ്ടം, എന്താണ് പാഷൻ, ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഇവിടെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്കറിയാം മെസ്സി എന്ന് പറയുന്ന ലയണൽ മെസ്സി എന്ന് പറയുന്ന വലിയ ഫുട്ബോൾ താരത്തിൻ്റെ ഒരു രീതി എടുത്ത് നോക്കി നോക്കൂ. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ നല്ല ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ പാഷനായിരുന്നു. അതാണ് പാഷൻ എന്ന് പറയുന്നത്. ഒരു വലിയ ഡീപ്പായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയാം ഈ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെറും ഒരു കേവലമായിട്ടുണ്ടാകുന്നൊരു ഇഷ്ടമല്ല, വലിയ ഇഷ്ടം, ചെറിയ ഇഷ്ടമല്ല, ഇമ്മിണി ഇഷ്ടം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, വലിയ ഇഷ്ടം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഈ പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെസ്സി എന്ന് പറഞ്ഞ കുട്ടിക്ക് ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള ഒരു വലിയ കമ്പം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ലല്ലോ ആ കുട്ടി നല്ലൊരു കളിക്കാരനായിട്ട് മാറിയതല്ലോ, അതിനനുസരിച്ച് കഴിവുണ്ടെന്നുള്ളതാണ്. ഇവിടെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കളിക്കാനുള്ള സ്കില്ലില്ല, കഴിവില്ല എനിക്ക് സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇവിടെ മെസ്സിനെ സംബന്ധിച്ചിടത്തോളം പാഷനുണ്ട്, അതായത് ഡീപ്പ് ഇൻട്രസ്റ്റ് ഉണ്ട് കളിക്കാൻ, അതോടൊപ്പം തന്നെ ആ കളിക്കാനുള്ള കഴിവുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് എല്ലാ മേഖലകളിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുള്ളതാണ്. കുട്ടികൾക്കൊക്കെ, എല്ലാ കുട്ടികൾക്കും അതായത് അത്രയും ഒരു പൊട്ടൻഷ്യൽ ഉള്ളതാണ് നമ്മുടെ കുട്ടികൾ എന്നൊക്കെ പറയുന്നത്. ഏത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെ വലിയ കഴിവുകളുണ്ട്. അല്ലെങ്കിൽ കഴിവുകളുടെ ബേസിലല്ല അടുത്ത കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്, മറിച്ച് മാർക്കിൻ്റെ ബേസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടത്തിൻ്റെ പിന്നാലെ ആണ് പല കുട്ടികളും അല്ലെങ്കിൽ പാരൻസും ഒക്കെ നിർബന്ധിച്ച് കോഴ്സ് എടുക്കുന്നൊരവസ്ഥയാണ്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ എന്താ സംഭവിക്കുന്നത്, കഴിവില്ലാതെ ഇഷ്ടത്തിൻ്റെ പിന്നാലെ ഒരു കോഴ്സ് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിലേക്ക് എത്തിപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ കഴിവുള്ളൊരു വ്യക്തി അവിടെ എത്തിപ്പെടുകയും ആ വ്യക്തി ആ പ്രൊഫഷനിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിവില്ലാത്തൊരു വ്യക്തി ഇഷ്ടം കൊണ്ട് ഒരു കോഴ്സ് എടുത്ത് ഒരു ജോലിയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തമ്മിൽ പെർഫോമൻസിൽ വളരെ വ്യത്യാസം ഉണ്ടായിരിക്കും. ആ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഏറ്റവും സ്പീഡായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും കഴിവും ഇഷ്ടവുമുള്ള വ്യക്തിക്കാണ് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ആ ജോലിയിൽ. എന്നാൽ ഇവിടെ ഇഷ്ടം മാത്രം നോക്കി കഴിവില്ലാതെ അല്ലെങ്കിൽ ചെറിയ കഴിവോടുകൂടി ഒരു ജോലിക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കഴിവുള്ള വ്യക്തി ചെയ്യുന്നത്ര നന്നായി പെർഫെക്റ്റായിട്ട് അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് അല്ലെങ്കിൽ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ സാധിക്കില്ല, സ്പീഡായിട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഇവിടെയാണ് അതിൻ്റെ വൈരുദ്ധ്യം വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ കുട്ടിയാണെങ്കിലും +2 കഴിഞ്ഞ കുട്ടിയാണെങ്കിലും അടുത്ത കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോഴെങ്കിലും ആ കുട്ടിയുടെ കഴിവ് എന്താണെന്ന് കണ്ടെത്തി വേണം പുതിയ കോഴ്സിലേക്ക് പ്രവേശിക്കേണ്ടതെന്നുള്ളത്. ഇഷ്ടം നമുക്കറിയാവുന്ന ഇഷ്ടം അങ്ങനെ മാറി വരും. നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പറയുന്ന ഇഷ്ടമല്ല നാളെ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളെന്നെ ശ്രദ്ധിച്ച് നോക്കി, നിങ്ങളുടെ ഇപ്പോഴത്തെ ഇഷ്ടമല്ല ചെറുപ്രായത്തിലുണ്ടായിരുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇഷ്ടം മാറി വരും, പക്ഷെ കഴിവ് അങ്ങനെയല്ല. കഴിവ് ഒരു വ്യക്തിക്കുള്ളതാണ്, അത് ഗിവണാണ്. അപ്പോൾ ജനറ്റിക് അല്ലെങ്കിൽ നമ്മുടെ DNA എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ ജനിക്കുമ്പോൾ കിട്ടുന്നതും നമ്മൾ പാരമ്പര്യമായിട്ടുള്ളതൊക്കെ തന്നെയാണ് കഴിവ് വരുന്നത്. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളുടെ സ്കൂള്, പാരൻറ്റിങ് ഒക്കെ അതിൽ ബാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കഴിവുകൾ വികസിച്ച് വരുന്നുള്ളത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ കുട്ടികൾക്കത് ആ ടെസ്റ്റിലൂടെ, ക്വസ്റ്റനെയറിലൂടെയൊക്കെ തന്നെ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള IQ ടെസ്റ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മനഃശാസ്ത്ര ടെസ്റ്റുകളുണ്ട് പ്രത്യേകിച്ച് കഴിവുകൾ കണ്ടെത്താൻ. ആ കഴിവുകൾ കണ്ടെത്തി ആ കുട്ടിക്ക് അനുസൃതമായിട്ടൊരു കോഴ്സ് തീർച്ചയായിട്ടും നിർദ്ദേശിക്കുകയും ആ കോഴ്സുമായി മുന്നോട്ട് പോകുമ്പോൾ ആ കുട്ടിക്ക് ഒരിക്കലും പരാജയപ്പെടാതെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നുള്ളത്. ഈ മാരേജൊക്കെ നമ്മൾ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് നമ്മൾ മാരേജ് നടത്തുന്നത്. അതിൻ്റെ കാരണം നമുക്കറിയാവുന്നതാണ്. കാരണം മാരേജിൽ പിന്നെ വേറെ ചോയ്സ് ഒന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അത് ആയിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മൾ വളരെയധികം അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഒരു പ്രൊഫഷനും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം നമ്മളൊരു പ്രത്യേകിച്ച് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് എടുക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത്. ആ കോഴ്സിലൂടെ തന്നെയാണ് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള കരിയറിൽ നമ്മൾ പ്രൊഫഷനിൽ എത്തിപ്പെടുന്നത്. പിന്നെ എങ്ങനെ മാറുന്നത് എളുപ്പമല്ല പിന്നെ മാറാൻ എന്നുള്ളത്. കാരണം നമ്മൾ പഠിച്ചതൊക്കെ ഇതാണ്. പിന്നെ ആ കഴിവ് തിരിച്ചറിയാണ്ട് നമ്മൾ പഠിച്ചെടുക്കുക, അത്
ആർക്കും സാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത്. ഒരു ആവറേജ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഏത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറേയൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ മാർക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ ജയിച്ചു പോകുന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ പെർഫോമൻസിൻ്റെ പ്രശ്നം വരുന്നത് ആ പെർഫോമൻസിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ കഴിവില്ലാതെ ഒരു കുട്ടി ഇഷ്ടം കൊണ്ട് മാത്രം പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് ജോലി നന്നായി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ജോലിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നല്ല എഫിഷ്യൻ്റായിട്ട് പെർഫോം ചെയ്യാൻ, നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ജോലി ചേരുന്ന ഗവൺമെൻറ് ആയാലും അല്ലെങ്കിൽ കമ്പനി ആണെങ്കിലും അവർ പ്രതീക്ഷിക്കുന്ന നല്ല പെർഫോമൻസാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ പെർഫോമൻസ് നമുക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കഴിവുണ്ടായിരിക്കണം. ഡിഗ്രി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, മാർക്ക് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് മാർക്കിൻ്റെ ബേസിൽ അടുത്ത കോഴ്സ് എടുക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ പോകുന്നതിൻ്റെ പിന്നാലെ പോയിട്ടൊരു കോഴ്സ് എടുക്കുന്നു, എന്നിട്ട് കഴിവ് നോക്കിയിട്ടൊന്നുമല്ല. അപ്പോൾ കഴിവ് നോക്കി വേണം പാരൻസിനെ ഏറ്റവും കൂടുതൽ ആ കുട്ടിയെ സഹായിക്കാൻ, ആ കുട്ടിയോട് സ്നേഹം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം കുട്ടിയുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായിട്ടുള്ള കോഴ്സ് എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ അതിനെ സജ്ജമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മനഃശാസ്ത്ര ടെസ്റ്റിലൂടെയൊക്കെ തന്നെ, സൈക്കോമെട്രിക് ടെസ്റ്റിലൂടെയൊക്കെ തന്നെ നമുക്ക് ഈ കഴിവുകൾ കണ്ടെത്തി ആ കുട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇതുപോലത്തെ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.